ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എളുപ്പപ്പണിയുമായിട്ടാണ്. എന്താണെന്നല്ലേ, നമ്മുടെ വിഷു കഞ്ഞിയാണ്, വിഷു സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. കൊറോണയൊക്കെ ആണെങ്കിലും വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് എളുപ്പത്തിന് ഒരു വിഷു കഞ്ഞി, പായസം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു വിഷു കഞ്ഞി ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച വൻപയറാണ്. അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. പിറ്റേ ദിവസം കാലത്ത് ഒരു 2 വിസിൽ കേട്ടാൽ മതി. അതിലേക്ക് കഴുകിയെടുത്ത പച്ചരി, കുതിർത്തൊന്നും വെക്കേണ്ട, സാധാരണ അരി കഴുകുന്നത് പോലെ തന്നെ കഴുകിയെടുത്ത പച്ചരി 1 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത്രയും വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു കുക്കറിൽ വേവിക്കാൻ വെക്കണം. ഒരു 2-3 വിസിൽ കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ചത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വെക്കുമ്പോൾ വെള്ളം ശ്രദ്ധിക്കണം, കുറഞ്ഞു പോകരുത്. കൂടിപ്പോയാലും നമുക്ക് സാരില്ല, കുറഞ്ഞു പോകരുത്. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം രുചി മാറും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് പാകത്തിനായതുകൊണ്ട്. ഇനി ഞാനിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് ചിരകിയാണ് വെച്ചിരിക്കുന്നത്. കത്തി കൊണ്ട് ചിരകി വെച്ചതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചിരകി വെച്ചതോ അല്ലെങ്കിൽ ശർക്കര പാനിയായിട്ട് അരിച്ചെടുത്തതോ ഏതാണ് നിങ്ങളുടെ എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത്, അത് 1 മുറി തേങ്ങയാണ് ഞാൻ ചിരകിയെടുത്തത്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസും വേഗലും ഒക്കെ. പിന്നെ ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ 2-3 കശുവണ്ടി വറുത്തിടാം. പിന്നെ ഞാനൊരു ഫ്ലേവറിന് ഇതിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഒട്ടും സമയമില്ലാതെ ഒരു എളുപ്പ പണിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നല്ലൊരു പായസത്തിൻ്റെ ഫ്ലേവറും ഉണ്ടാകും, എന്നാൽ കഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വിഷു കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അധികം ഒട്ടും സാധനങ്ങളൊന്നും ആവശ്യമില്ലാണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.